ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഐൻതോവൻസ് ട്രയാങ്കിൾ എന്നാണ്. ഐൻതോവൻസ് ട്രയാങ്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഫസ്റ്റായിട്ട് ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്തതും വില്യംസ് ഐൻതോവനാണ്. എന്താണ് ഐൻതോവൻസ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യേ, നമ്മുടെ ബോഡിയിൽ 3 പോയിൻ്റ് ഉണ്ട്. റൈറ്റ് ആം, ലെഫ്റ്റ് ആം, ലെഫ്റ്റ് ലെഗ്. ഇത് മൂന്നും കൂടി കണക്ട് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ വരുന്നു. അതിൻ്റെ സെൻട്രലായിട്ട് ഹാർട്ട് ഉണ്ട്. ഇതാണ് ഐൻതോവൻസ് ട്രയാങ്കിൾ. ഈ ഐൻതോവൻസ് ട്രയാങ്കിളിൻ്റെ യൂസ് എന്ന് പറയുന്നത് 3 ഡിഫറെൻറ്റ് പോയിന്റിൽ നിന്ന് ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതാണല്ലോ ഐൻതോവൻസ് ട്രയാങ്കിൾ. ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവാം. നമ്മുടെ ബോഡിയിൽ കണക്ട് ചെയ്യുന്നത് 4 ലിംബ് ഇലക്ട്രോഡ്സ് ആണ്. ഇതിനകത്ത് റൈറ്റ് ലെഗ് ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഈ റൈറ്റ് ലെഗ് എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ട് ഇലക്ട്രോഡാണ്. ഈ ഗ്രൗണ്ട് ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ നോയ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ക്ലിയർ ആയിട്ടുള്ള സിഗ്നൽസ് എല്ലാം കിട്ടും. അതുകൊണ്ട് ട്രയാങ്കിളിൽ വരുന്നത് റൈറ്റ് ആമും ലെഫ്റ്റ് ആമ് ലെഫ്റ്റ് ലെഗാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഐൻതോവൻസ് ട്രയാങ്കിൾ എന്ന് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എന്താണ് ബൈപോളാർ ലീഡ്സ്, യൂണിപോളാർ ലീഡ്സ് എന്ന് നോക്കാം. ബൈപോളാർ ലീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 റിയൽ ആയിട്ടുള്ള ഇലക്ട്രോഡ്സ് തമ്മിലുള്ള കണക്ഷനാണ്. എക്സാമ്പിൾസ് ആണ് ലീഡ് 1, ലീഡ് 2, ലീഡ് 3. നമുക്കിനി എന്താണ് ലീഡ് 1 എന്ന് നോക്കാം. ലീഡ് 1-ൽ റൈറ്റ് ആമും ലെഫ്റ്റ് ആമും തമ്മിലുള്ള ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യനാണ് മെഷർ ചെയ്യുന്നത്. ഇതിൽ റൈറ്റ് ആം നെഗറ്റീവും ലെഫ്റ്റ് ആം പോസിറ്റീവ് ഇലക്ട്രോഡുമാണ്. അതായത് നമ്മൾ നോക്കുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുന്ന ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ഇമ്പൾസസിൻ്റെ ഡയറക്ഷനിലോട്ടാണ്. ലീഡ് 1 കൊണ്ട് നമുക്ക് ഹാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡാണ് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ലാറ്ററൽ വ്യൂ. നമുക്കിനി എന്താണ് ലീഡ് 2 എന്ന് നോക്കാം. ലീഡ് 2-ൽ റൈറ്റ് ആമും ലെഫ്റ്റ് ലെഗും തമ്മിലുള്ള ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് മെഷർ ചെയ്യുന്നത്. ഇതിൽ റൈറ്റ് ആം നെഗറ്റീവും ലെഫ്റ്റ് ലെഗ് പോസിറ്റീവും ആണ്. ഇനി നമുക്ക് എന്താണ് ലീഡ് 3 നോക്കാം. ലീഡ് 3-ൽ ലെഫ്റ്റ് ആമും ലെഫ്റ്റ് ലെഗും തമ്മിലുള്ള ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് മെഷർ ചെയ്യുന്നത്. ഇത് ലെഫ്റ്റ് ആം എന്ന് പറയുന്നത് നെഗറ്റീവും ലെഫ്റ്റ് ലെഗ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡുമാണ്. ഇതിൽ നമുക്ക് കിട്ടുന്ന ഹാർട്ടിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ലോവർ ഇൻഫീരിയർ സർഫസിൻ്റെ വ്യൂ ആണ്. ഈ ലീഡ് 3-ൽ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് നോക്കുന്നത് ലെഫ്റ്റ് ആമിൽ നിന്ന് ലെഫ്റ്റ് ലെഗിലേക്കാണ്. ഈ ലീഡ് 1, 2, 3 എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഡ് മാത്രമല്ല, ഇത് തമ്മിലൊരു മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലീഡ് 2 ഈസ് ഈക്വൽ ടു ലീഡ് 1 പ്ലസ് ലീഡ് 3 ആണ്. അതുകൊണ്ടാണ് ലീഡ് 2-ൽ കുറച്ച് വലിയ പോസിറ്റീവ് QRS കോംപ്ലക്സ് കാണുന്നത്. 2 തരത്തിലുള്ള ലീഡ്സാണുള്ളത്, ബൈപോളാർ ലീഡ്സും യൂണിപോളാർ ലീഡ്സും. ഇത്തരത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ബൈപോളാർ ലീഡ്സ് എന്നാണ്. ബൈപോളാർ ലീഡ്സിൽ 2 ആക്റ്റീവായിട്ടുള്ള ഇലക്ട്രോഡ്സുകൾ തമ്മിലുള്ള ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് മെഷർ ചെയ്യുന്നത്. യൂണിപോളാർ ലീഡ്സിൽ ഒരു പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഒരു ന്യൂട്രൽ പോയിന്റുമായിട്ട് കമ്പയർ ചെയ്ത് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യാറ്. ഇനി യൂണിപോളാർ ലീഡ്സ് 2 തരമുണ്ട്, ഓഗ്മെൻ്റൽ ലിംബ് ലീഡ്സും ചെസ് ലീഡ്സും. ഓഗ്മെൻ്റൽ ലിംബ് ലീഡ്സിൽ വരുന്ന എക്സാമ്പിളാണ് AVL, AVR, AVF. ഇതെന്താണെന്ന് വെച്ചാൽ AVL ലെഫ്റ്റ് ആം, AVR റൈറ്റ് ആം, ദെൻ AVF എന്ന് പറയുന്നത് ലെഫ്റ്റ് ഫുട്ട്. ഈ ലീഡ്സ് കാണുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്കുള്ളത് ചെസ്റ്റ് ലീഡ്സ് ആണ്. അത് നിങ്ങൾക്കറിയാലോ, V1 to V6. ഇതിൽ ഈ ഓഗ്മെൻ്റൽ ലീഡ്സ് എല്ലാം പോസിറ്റീവ് ലീഡ്സ് ആണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ പേഷ്യൻ്റെ ബോഡിയിൽ 10 ഇലക്ട്രോഡ്സ് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണത് 12 ലീഡ്സ് എന്ന് പറയുന്നതെന്ന്? അതിന് കാരണം 3 ബൈപോളാർ ലീഡ്സും പിന്നെ 9 ആയിട്ടുള്ള യൂണിപോളാർ ലീഡ്സും ഉള്ളത് കൊണ്ടാണ്. യൂണിപോളാർ ലീഡ്സിൽ വരുന്നത് ഓഗ്മെൻ്റൽ ലിംബ് ലീഡ്സും ചെസ് ലീഡ്സും.
ടോട്ടല് 12 ലീഡ്സ്.